സ്ഥലത്തേക്ക് പോകുന്ന പൗലോസിനെയും ശീലാസിനെയും നമുക്ക് കാണുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പ്രത്യേക ഒരു ദൈവകൃപ ഇല്ലാതെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാവോ? പ്രാർത്ഥന എന്നത് ഒരു വലിയ ആയുധമാണ്. പ്രാർത്ഥന എന്നത് സാത്താന് അവന്റെ ദൂതന്മാർക്കും എതിരായുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്? പ്രാർത്ഥന എന്നത് ഒരു വലിയ യുദ്ധമാണ്. പ്രാർത്ഥന എന്നത് സാത്താനും അവന്റെ സൈന്യങ്ങളെയും ഭയപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാം അതിൽ രക്തത്താൽ ജയമെടുക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം ശക്തമായി പറയുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ തലയുയർത്തി നിൽക്കുന്ന നന്മയ്ക്ക്, അനുഗ്രഹത്തിന്, ദൈവിക പദ്ധതികൾക്ക് വിരോധമായി തലയുയർത്തി നിൽക്കുന്ന അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ വിട്ടു പോകത്തില്ലെന്ന് അസിഗ്നക്തമായി വചനം ഉറപ്പു തരികയാണ്. വചനം ഉറപ്പു തരികയാണ്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പൈശാചിക തലങ്ങൾ വിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, ദൈവിക പദ്ധതികൾക്ക് വിരോധമായി കലഹമുണ്ടാക്കിക്കൊണ്ട്, അസ്വസ്ഥത ഉളവാക്കിക്കൊണ്ട്, ആരാധന ഇല്ലാതാക്കുവാൻ വേണ്ടി, ദൈവഭയം ഇല്ലാതാക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, പ്രാർത്ഥന ഇല്ലാതാക്കുവാൻ വേണ്ടി അസ്വസ്ഥതപ്പെടുത്തുന്ന ഇരുട്ടിന്റെ വ്യാപാര കെട്ടുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ പൈശാചിക തലങ്ങൾ ഭയപ്പെട്ട് പിന്മാറുവാനിടയായി തീരും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ വിട്ടു മാറത്തില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, പ്രാർത്ഥനയിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭയപ്പെടുന്ന ചില മണ്ഡലങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഹല്ലേലൂയ. സാത്താനോടുള്ള യുദ്ധമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനാ വേളയിൽ, ഉപവാസവേളയിൽ ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. എന്നാലും ഭയപ്പെടണ്ട. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ ഉടയവനും സർവസൃഷ്ടിക്ക് കാരണഭൂതനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന യേശു നമുക്ക് വേണ്ടത് സകലതും സ്വരുക്കൂട്ടി വെച്ച് നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ നമ്മളെ കുറിച്ച് പദ്ധതി ഉളവാക്കിയ ആ യേശു നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി പ്രാർത്ഥനകൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആരാണ് പൗലോസിനെയും ശീലാസിനെയും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പറഞ്ഞാക്കിയത്? നമ്മൾ ഇതിന്റെ 16-ാം അധ്യായം പ്രാരംഭം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവർ പലയിടങ്ങളിലും മാറി 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 ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വിലക്കി, യേശുവിന്റെ ആത്മാവൊക്കെ അവരെ വിലക്കി. എന്നാൽ പരിശുദ്ധാത്മാവിന് നിയോഗപ്പെട്ടുകൊണ്ട് ആ ഫിലിപ്പിയ പട്ടണത്തിലായിരിക്കുന്ന മണ്ഡലങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. അവിടെ ചെന്നപ്പോൾ കാണുവാൻ കഴിയുന്നത് ഒരു ബാല്യക്കാരത്തി, യജന്മാരന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ആ പൗലോസിനെയും ശീലാസിനെയും എതിരേൽക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. നിന്നെ എതിരേൽക്കുന്നവർ ആരെന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് മനസ്സിലാകും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ ദൈവമായിട്ടുള്ള ബന്ധമുള്ളവനാണോ എന്ന് എന്നെ എതിരേൽക്കുന്ന ചില വ്യക്തികൾക്ക് മനസ്സിലാകുവാനിടയായിത്തീരും. എന്നാൽ എതിരേറ്റ ബാല്യക്കാരത്ത് പറയുക, ഇവർ ദൈവത്തിന്റെ ദാസന്മാർ. ഹല്ലേലൂയ. പൗലോസിനെ ഞങ്ങളെ പിന്നാലെ വന്ന് ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു പോകുന്നു. പൗലോസും മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തെ പുറത്താക്കി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികൾക്ക് നിശ്ചയമായി മനസ്സിലാകും, ഹല്ലേലൂയ, ഇവനിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഭൂതാത്മാവാണോ ദൈവാത്മാവാണോ എന്ന്
പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും. എന്നാല് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ കടന്നു വന്ന പൗലോസിന് മനസ്സിലായി, ഇവിടെ വ്യാപരിക്കുന്നത് ഈ ദേശത്തെ അടക്കി വാഴുന്ന ദൈവീയ ഭക്തി ഉളവാക്കുവാൻ കഴിയാതെ വണ്ണം, ദൈവീയ ആരാധനയില്ലാതെ പ്രാർത്ഥനയില്ലാതെ ഈ ദേശത്തെ അടക്കി വാഴുന്ന ചില അന്ധകാര പൈശാചിക മണ്ഡലങ്ങളുടെ തേർവാഴ്ചയാണ് ഇവിടെ വ്യാപരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് മുഷിഞ്ഞിട്ട് തിരിഞ്ഞ് ഒരൊറ്റ ശാസനയാണ്. ഹല്ലേലൂയ. എങ്ങനെയാ ശാസിച്ചേ? ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവമക്കളെ, ആരാധിക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലുമ്പോൾ ചില അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ജനം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലുമ്പോൾ അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ ഭയന്നു പോകുവാനിടയായിത്തീരും. ഞാൻ സമയമില്ലാത്തത് പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. ഇവിടെ ആ ശാസിച്ചത് പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇത് റോമ അംഗീകരിക്കുവാൻ കഴിയാത്ത വിശ്വാസങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരണങ്ങളെ കാട്ടി ആദേശത്തിൽ വഹിക്കുന്ന ചില മണ്ഡലങ്ങൾ അവരെ കാരാഗ്രഹത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ആ ദേശത്തെ ആ നിലനിൽക്കുന്ന ചില അധികാരികളുണ്ട്. അപ്പോൾ കൊണ്ടവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുത്ത ശേഷം തടവിലാക്കി. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അകത്തെ തടവിലാക്കി. ഹല്ലേലൂയ. ആരാണ് പ്രാർത്ഥിക്കുന്ന പൗലോസിനോടും ശീലാസിനോടും ആരാണ് പോകാൻ പറഞ്ഞത്? ഫിലിപ്പിയ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലണമെന്ന് ആരാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് പറയുവാനിടയാണ്. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ സ്റ്റെപ്പ് വെച്ച പൗലോസും ശീലാസിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. എങ്കിലും ദൈവസാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നാമത്തിന് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധിയിലുണ്ട്, കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മേഖലകളുണ്ട്. ഭയപ്പെടേണ്ട. മറിച്ച് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ, കാരാഗ്രഹത്തിന്റെ ശക്തിനാഥൻ കൂടെയുണ്ട്. അകത്തെ തടവിലിട്ട് പൂട്ടി, കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി. അവരെ പ്രാർത്ഥന നിർത്തിയില്ല, അവരെ ആരാധന നിർത്തിയില്ല. കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയെങ്കിലും ആദരത്തെ, പ്രാർത്ഥിക്കുന്ന ആദരത്തെ പൂട്ടാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന ആദരത്തെ പൂട്ടുവാൻ കഴിഞ്ഞില്ല. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി, സ്തോത്രം പറയാൻ തുടങ്ങി. സ്തോത്രം എന്ന യാഗമർപ്പിക്കാൻ, യേശുവിനെ മഹത്വപ്പെടുത്തുകയാ, സ്തോത്രം ചെയ്യാൻ തുടങ്ങി, അവർ ആരാധിക്കാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി, അത് പാടാൻ തുടങ്ങി. ദൈവസാന്നിധ്യം ഉയരത്തിലെ ശക്തി ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുരുകുമാർ ദൈവശക്തിയോടെ വെളിപ്പെട്ടു. കാരാഗ്രഹ പ്രമാണി ഭയന്ന് വിറച്ചു. ഭയന്ന് വിറയ്ക്കേണ്ട പൗലോസും ശീലാസും സന്തോഷത്തോടെ ആരാധിക്കുകയാണ്. അതാ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും, നിന്റെ കൂടെ ആരുമില്ലെങ്കിലും യേശു നിന്റെ കൂടെ ഉണ്ടോ? നിനക്ക് ജയമാ. യേശു നിന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ദേശത്ത് നീ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനുഭവമാണോ? നിന്നെ ആരും അറിയുന്നില്ലെങ്കിലും നിന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ നീ ഒരു അത്ഭുതമാണ്. നിന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ നീ ഒരു അത്ഭുതമാണ്. പൗലോസും ശീലാസും സ്തുതിക്കാൻ തുടങ്ങി, പാടാൻ തുടങ്ങി, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉയരത്തിലെ ശക്തി ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിന്റെ സ്ഥാനങ്ങൾ കുലുക്കി. സൂക്ഷ്മതയോടെ സൂക്ഷിക്കാൻ പറഞ്ഞ കാരാഗ്രഹ പ്രമാണി ഭയന്ന് മറച്ചു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണോ നീ നിയോഗത്തോടുകൂടെയാണോ യാത്ര ചെയ്യുന്നത്? നീ പ്രാർത്ഥനയോടുകൂടെയാണ് ആയിരിക്കുന്നത്? നീ ഉപവാസത്തോടുകൂടെയാണ് ആയിരിക്കുന്നത്? നീ പ്രാർത്ഥനയോടുകൂടെയാണോ ഉപവാസത്തോടുകൂടെയാണോ ആയിരിക്കുന്നത്? ഭയപ്പെടുന്ന ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വരാം. ഭയപ്പെടുന്ന ചില മണ്ഡലങ്ങൾ നീ അഭിമുഖീകരിക്കേണ്ടി വന്നാലും
ഭയപ്പെടണ്ട. മൂന്നാമനായി, നാലാമനായി, രണ്ടാമനായി ഇറങ്ങി വരുന്ന ഒരു യേശുവുണ്ട്. യേശു നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ അത്ഭുതമാ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കാരാഗൃഹ പ്രമാണി ഭയവിറച്ച് പൗലോസിന്റെയും ശീലാസിന്റെയും അടുക്കൽ ചെന്നിട്ട്, ഞങ്ങൾ രക്ഷപ്പെടാൻ. ഇവിടെയാണ് പ്രിയ ദൈവമക്കളെ അത്ഭുതം. ക്രിസ്തുയേശുവിന്റെ നിയോഗത്തോടുകൂടെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ യാത്ര ചെയ്ത പൗലോസിന്റെ ജീവിതത്തിൽ സങ്കടകരമായിരിക്കുന്ന നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നാലും ആരാധന നിർത്തിയില്ല കേട്ടോ, സ്തുതിക്കുന്ന നിർത്തിയില്ല കേട്ടോ, സ്തോത്രം നിർത്തിയില്ല കേട്ടോ, ഹല്ലേലൂയ നിർത്തിയില്ല, പ്രാർത്ഥന നിർത്തിയില്ല. ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് കാരാഗൃഹ പ്രമാണി ഭയന്ന് വിറച്ച്, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേരുന്ന അനുഭവം കടന്നു വന്നെങ്കിൽ, നീ അങ്ങോട്ടാ പോകേണ്ടതെന്നത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടു കൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? നീ ഒരു അത്ഭുതമായിരിക്കുന്നു, നീ ഒരു അത്ഭുതമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടു കൂടിയാണോ നീ സ്റ്റെപ്പ് വയ്ക്കുന്നത്? ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടു കൂടിയാണോ നീ സ്റ്റെപ്പ് വയ്ക്കുന്നത്? നീ പോകുന്നയുടെ ഒരു അത്ഭുതമായിരിക്കും, നീ ആയിരിക്കും. ഹലോ, അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥന നിർത്തരുത്, ആരാധന നിർത്തരുത്, ഉപവാസം നിർത്തരുത്. മറിച്ച് ആ ദൈവസ്നേഹം വെളിപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ്, നീ ദേശത്ത് മാനിക്കപ്പെട്ടില്ലെങ്കിലും അപമാനിതനായിരിക്കുന്നുവെങ്കിലും ആരും നിന്നെ കാണുന്നില്ലെങ്കിൽ പലരും ഇടക്കം എണ്ണിയാലും യേശു നിന്റെ കൂടെ ഉണ്ടോ? നീ ഒരു അത്ഭുതമായിരിക്കും. യേശു നിന്റെ കൂടെ ഉണ്ടോ? നീ ഒരു അത്ഭുതമായിരിക്കും. ഹല്ലേലൂയ. അനേകർ നിന്നെ കണ്ട് ഭയപ്പെടുമാറ്, അനേകർ നിന്നിലൂടെ അത്ഭുതങ്ങൾ കണ്ട് നിശ്ചയമായും ദൈവമുണ്ട് സാക്ഷീകരിക്കത്തക്കവണ്ണം ദൈവം നിന്നെ അത്ഭുതത്തിലൂടെ നടത്താൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്നേഹവാനെ, നദിയോടെ തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണ് കർത്താവേ. ഈ വെള്ളിയാഴ്ച പകൽക്കാലം, ഈ ഗുഡ് ഫ്രൈഡേയിൽ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തിരുവചന പ്രകാരം പറയുന്നു, 2-3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് നിശ്ചയമായി ദൈവ സാന്നിധ്യമുണ്ട്. പൗലോസും ശീലാസും മാത്രമുള്ള കാരാഗൃഹത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ, സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിലും ഒറ്റപ്പെട്ട അനുഭവത്തിൽ സങ്കടകരമായിരിക്കും നിമിഷങ്ങളിലും യേശു ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും.